ഞാൻ പൂർണ്ണമായും ഇടതുപക്ഷത്തിൻ്റെ അപജയങ്ങളെ തള്ളിപ്പറയുന്ന ആളാണ്. അതിന് മാതൃകയായിരിക്കുന്നത് വയലാറും ONVയും ആണ് പ്രമുഖമായിട്ടും. ഇടതുപക്ഷത്തിലെ വലിയൊരു വിസ്ഫോടനമുണ്ടായി 2 ഖണ്ഡങ്ങളായിട്ടൊക്കെ അവർ മാറിപ്പോകുന്ന സമയത്തൊക്കെ വാളല്ലൻ സമരായുധം എന്ന് പ്രഖ്യാപിക്കാനുള്ള ധൈര്യം വയലാറിനുണ്ടായി. എനിക്ക് ആവശ്യം സ്നേഹത്തിൻ്റെ പൊൻവീണയാണ്. ഇങ്ങനെ വെട്ടും കുത്തും പരസ്പരമുള്ള കുറ്റം പറച്ചിലും ഇങ്ങനെ പൊട്ടിപ്പിരിയലുമൊന്നും അല്ല. അതിനൊക്കെ തത്വങ്ങളൊക്കെ ഉണ്ടായിരിക്കും, പക്ഷേ അത് വേദനിപ്പിക്കുന്നു. എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന് ചോദിക്കാനുള്ള ശക്തിയും ONV മുന്നോട്ട് വെച്ചു. ഒരുപാട് പേരന്നതിനെ എതിർത്തിരുന്നു. ചെമ്മനം ചാക്കോ ഉൾപ്പെടെ ഉള്ളവരൊക്കെ കവിതകൾ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇന്നും ഇരമ്പിയാർക്കുന്ന കവിതകളുടെ ഓളം എന്നുള്ള നിലയിൽ നമ്മൾ ഇവരുടെ 2 പേരുടെ പേര് പറയുന്നത് പോലെ ഞാൻ ഇടതുപക്ഷത്തിൻ്റെ അന്ധനായ ഒരു അനുകർത്താവല്ല. ഒരിക്കലും ഞാൻ അങ്ങനെ ആവുകയുമില്ല. ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അത് സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക്, ഇവിടെ സാമ്പത്തികമായിട്ട് അടിപ്പെട്ടു പോകുന്ന ഒരുപാട് എൻ്റെ സ്വന്തം മനുഷ്യർക്ക്, അത് കേരളത്തിലും ഭാരതത്തിലും ഒക്കെ ഉള്ള മനുഷ്യർക്ക് ഒരു അത്താണിയാവും ഈ പക്ഷം എന്നുള്ള ഒരു ചിന്ത കൊണ്ട് മാത്രമാണ്. പ്രകൃതിയെ സംരക്ഷിക്കും, പുഴകളെ സംരക്ഷിക്കും, നമ്മുടെ നാട്ടിലുള്ള തണ്ണീർത്തടങ്ങളെ സംരക്ഷിക്കും, പാറമേടകളെ പവിത്രമായി സംരക്ഷിക്കും, വരും തലമുറകൾക്ക് ആരോഗ്യവും അഭിമാനവും ജീവിക്കാനുള്ള ഭൗതിക സാഹചര്യവും അവർ നിലനിർത്തും. കാറൽ മാർക്സ് പറഞ്ഞതുപോലെ കിട്ടിയ പ്രകൃതിയെ അതിനേക്കാളും സുന്ദരമായിട്ട് നമ്മൾ വരും തലമുറയ്ക്ക് കൊടുത്തിട്ട് വേണം പോകാനെന്ന് പറഞ്ഞതിനെ പരിപാലിക്കും എന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രമാണ് ഞാൻ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നത്. അതിന് എതിരെ ഉയർന്നു വരുന്ന എല്ലാ പ്രവണതകൾക്കും ഞാൻ എതിരായിട്ട് വർത്തമാനം പറയുകയും കവിത എഴുതുകയും ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഉയർത്തും കൊടിയിൽ മലകൾ ഇടിക്കും പൊടിയടിയുന്നു എന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് എഴുതിയ കവിതയിലുണ്ട്. ഞാൻ സുഗതകുമാരി സുഗതാമ്മയെ ഓർമ്മിച്ചുകൊണ്ട് എഴുതിയ കവിതയിൽ ഞങ്ങൾ ഉയർത്തും കൊടിയിൽ മലകൾ ഇടിക്കും പൊടിയടിയുന്നു. ഈ മലകളെയൊക്കെ ഇടിച്ചില്ലാതെയാക്കുന്നതിലും ഈ പുഴകളെയെല്ലാം നശിപ്പിക്കുന്നതിലും അറിഞ്ഞോ അറിയാതെയോ ഇടതുപക്ഷത്തിൻ്റെ പാർട്ടികളോ പ്രവർത്തകരോ കണ്ണടയ്ക്കുകയാണ് എങ്കിൽ എനിക്കുള്ള അമർഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞാൻ അങ്ങനെ നിൽക്കുകയില്ല. എവിടെയാ വാഗ്ദത്ത ഭൂമി എന്ന് ചോദിച്ചതുപോലെ വാളല്ല എൻ്റെ സമരായുധം, എനിക്ക് സ്നേഹമാണ് എൻ്റെ ശക്തി എന്ന് പറഞ്ഞതുപോലെ അവരുടെ പിന്മുറക്കാരനായിട്ട് കാല് നക്കാനും എച്ചില് നക്കാനും ഒന്നും നടക്കുന്ന കവിയല്ല ഞാൻ. അതെൻ്റെ രക്തത്തിന് ചേർന്നതല്ല. ഞാനങ്ങനെ ചെയ്യുകയുമില്ല. എനിക്കല്ലാതെ ജീവിക്കാനുള്ള ശക്തിയുണ്ട്. ആരെയും വെല്ലുവിളിക്കുന്നതൊന്നുമല്ല, പക്ഷേ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കും. അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ സഹിക്കാൻ വയ്യാത്ത രീതിയിൽ എവിടെയെങ്കിലും കണ്ടാൽ അത് പറയാനുള്ള ശേഷി എനിക്കുണ്ട്. അതെൻ്റെ ശബ്ദത്തിനുണ്ട്, എൻ്റെ വാക്കിനുണ്ട്, ഞാൻ വന്ന വഴികൾക്കുണ്ട്. ഞാൻ ഇനി നടക്കാനിരിക്കുന്ന തലമുറകളിൽ, കാണാനിരിക്കുന്ന തലമുറകളിൽ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിലും അതുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്ധമായി പിന്തുടരുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. മനുഷ്യപക്ഷത്താണ്. ആ മനുഷ്യപക്ഷത്തെ ഏറ്റവും കൂടുതൽ മാനിക്കുന്നത് ഇടതുപക്ഷം എന്ന് എനിക്കിപ്പോഴൊരു തോന്നലുണ്ട്. അതങ്ങനെ തന്നെ ആയിരിക്കുമെന്നുള്ള പ്രതീക്ഷയുമുണ്ട്.